അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഖുർആൻ സദ്വചനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇസ്ലാമിൻ്റെ യുദ്ധ സങ്കല്പത്തെക്കുറിച്ചായിരുന്നു. ജിഹാദുൽ അക്ബർ സ്വന്തത്തോടെ തന്നെയുള്ള പോരാട്ടമാണെന്നും ആത്മരക്ഷയ്ക്കും പ്രതിരോധത്തിനും വേണ്ടി കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാമെന്നും, എന്നാൽ അത് സമൂഹത്തിൻ്റെ മൊത്തം സമാധാനത്തിനും ശാന്തിക്കും നാടിൻ്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും വേണ്ടി ആയിരിക്കണം എന്നുമാണ് സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ വചനത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഇന്ന് സൂറ ശുഅറ ആണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. സൂറത്ത് ശുഅറയിലെ 224, 226 വചനങ്ങൾ നമുക്കിന്ന് പഠിക്കാൻ ശ്രമിക്കാം. വചനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ. ألم تر أنهم في كل واد يهيمون وأنهم يقولون ما لا يفعلون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. സൂറ ഷുഅറ എന്ന് പറഞ്ഞാൽ കവികൾ, കലാകാരന്മാർ എന്ന് പറയും. അപ്പോൾ കലാകാരന്മാരുടെ കാര്യങ്ങൾ പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അധ്യായത്തിന് ഷുഅറ എന്ന് പേരിട്ടത്. ഇസ്ലാമിൻ്റെ കലാസങ്കല്പം, സൗന്ദര്യ സങ്കല്പം വ്യക്തമാകുന്ന ആശയങ്ങളാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. വശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ. കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, ഗായകർ അവർ ദുർമാർഗം പിന്തുടരുന്നവരാണ്. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. അവരിങ്ങനെ സമൂഹത്തോടൊരു ഉത്തരവാദിത്വമില്ലാതെ താഴ്വരകളിലൂടെ അസാന്മാർഗികളായി, അരാജകവാദികളായി അലഞ്ഞു തിരിയുന്നത് കാണുന്നില്ലേ? അവരാകട്ടെ വ അന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. അവർ പ്രവർത്തിക്കാത്തതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു, അവർ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുമില്ല. അവരുടെ എഴുത്തിൽ, അവരുടെ പാട്ടിൽ മനോഹരമായ ആശയങ്ങൾ, മനുഷ്യത്വത്തിൻ്റെ മാനവികമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ അവർ പ്രതിഫലിപ്പിക്കുമെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ അത് പ്രായോഗികമാക്കുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. ഇത് കലാകാരന്മാരെ അല്ലെങ്കിൽ കലയെ ഒന്നടങ്കം ബഹിഷ്കരിക്കുന്ന, നിരാകരിക്കുന്ന ഒരു നിലപാടേ അല്ല. ഇസ്ലാമിൻ്റെ കൃത്യമായ സൗന്ദര്യ സങ്കല്പം ഇതിലടങ്ങിയിട്ടുണ്ട്. കലയെയും സാഹിത്യത്തെയും സമൂഹത്തിൻ്റെ നന്മക്ക്, അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് ഓൾ ആർട്ട് ഈസ് ടു മേക്ക് ഗുഡ്. കലയുടെ ആത്യന്തിക ലക്ഷ്യം ടു മേക്ക് ഗുഡ്, നന്മ സൃഷ്ടിക്കുകയാണ്, നന്മയുടെ സംസ്ഥാപനമാണ്. അപ്പം നന്മയല്ലാതെ തിന്മയിലേക്ക്, പൈശാചിക മാർഗത്തിലേക്ക്, ലഹരിയിലേക്ക്, പീഡനങ്ങളിലേക്ക്, ആക്രമണങ്ങളിലേക്ക്, സെക്സിലേക്ക്, വയലൻസിലൊക്കെ പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന കലകളെ നമുക്ക് മഹത്തായ കല എന്ന് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അതിനെ മതം നിഷിദ്ധമാക്കുന്നുണ്ട്, ഹറാമാക്കുന്നുണ്ട്. ഇക്കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു സൂറത്തിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീല. പ്രവാചകനോട് പറയുന്നു, അങ്ങയ്ക്ക് ഞാൻ കവിത പഠിപ്പിച്ചു തന്നിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്ന് പറഞ്ഞാൽ കവിത തെറ്റാണ് എന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രബോധകനായിരുന്നു എന്നതോടൊപ്പം നല്ലൊരു കലാകാരൻ കൂടിയായിരുന്നു, നല്ലൊരു കവി കൂടിയായിരുന്നു. പക്ഷെ കേവലം അക്കാലത്തെ അറേബ്യൻ സമൂഹത്തിൽ നടമാടിയിരുന്നത്
അതൊരു ട്രെൻഡായിരുന്നു, അക്കാലത്തെ ഒരു പ്രവണതയായിരുന്നു. നന്നായിട്ട് കുടിക്കുക, ലഹരി ബാധിച്ച് താഴ്വരകളിലൂടെ അലഞ്ഞു നടക്കുക, സമൂഹത്തോട് കുടുംബത്തോടൊരു പ്രതിബദ്ധതയില്ലാതെ, ആശയങ്ങളും എഴുതാനുള്ള ആശയങ്ങൾക്ക് വേണ്ടി മദ്യപാനം ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ജീർണതയുടെ അരാജക മാർഗത്തിലേക്ക് സൈര്യവിഹരം നടത്തുന്നവരായിരുന്നു അവർ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് ദുർമാർഗം പിന്തുടരുന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ തന്നെ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ, നന്മ പ്രവർത്തിക്കുന്നവർ, നന്മക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, സാമൂഹ്യ പ്രശ്നങ്ങളോട് സജീവമായി പ്രതികരിക്കാൻ ഈ കലയെ, ഈ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തുന്നവർ. ഇപ്പോൾ കലയെപ്പറ്റി തന്നെ രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ. ഒരഭിപ്രായം കലക്ക് വേണ്ടി എന്നുള്ളതാണ്, രണ്ടാമത്തെ അഭിപ്രായം കല ജീവിതത്തിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഒരാശയം കല ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ്. കേവല വിനോദം അത് മനുഷ്യനെ നിഷ്ക്രിയതയിലേക്ക്, അതുപോലെ തന്നെ നിരുത്തരവാദിത്വത്തിലേക്ക് നയിക്കുകയും അവനെ പിറകോട്ട് കൊണ്ടുപോകുകയും അവൻ്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് കല, ഇങ്ങനെ കലയെ സമീപിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ഖുർആൻ പറയുന്നത്. അതേസമയത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന, കല ജീവിതത്തിൻ്റെ സന്തോഷത്തിന്, ജീവിതത്തെ നിർമ്മലമാക്കാനും ജീവിതത്തെ ആനന്ദമാക്കി തീർക്കാനും കലയും സാഹിത്യവും അത്യാവശ്യമാണെന്ന് പ്രവാചകൻ്റെ ഒരുപാട് ജീവിത നിലപാടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഇവിടെ അൻസാരി സ്ത്രീകളുടെ പാട്ട് കേൾക്കുന്നില്ല. മദീനയിലെ സ്ത്രീകൾ നല്ല ഗായികമാരാണ്. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അൻസാരി സ്ത്രീകൾ നന്നായിട്ട് പാടാറുണ്ടല്ലോ, എന്താണ് പാടാത്തത്, പാട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ രണ്ട് കാരണങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, പ്രവാചകനെ ബഹുമാനിച്ചിട്ടൊന്ന് ഒതുങ്ങിയതാണ്, പ്രവാചകൻ ഉണ്ടായപ്പോൾ ഒരു ആദരവ് കൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. രണ്ടാമത്, പാടണമെങ്കിൽ തന്നെ വരികളില്ല പാടാൻ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തന്നെ വരികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ നിമിഷ കവിയായിട്ട് പാടാനുള്ള വരികൾ കൊടുക്കുന്നുണ്ട്. ഇത് ആർക്കും നിഷേധിക്കാനാവാത്ത ഹദീസുകളിൽ പ്രബലമായി വന്ന പ്രവാചകൻ്റെ സുന്നത്താണ്, ജീവിതാനുഭവമാണ്, പ്രവാചകൻ പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പം അതിനർത്ഥം സംഗീതത്തെയോ കലയെയോ സാഹിത്യത്തെയോ പ്രവാചകൻ ബഹിഷ്കരിച്ചിട്ടില്ല, ഖുർആൻ നിഷിദ്ധമാക്കിയിട്ടില്ല. പക്ഷെ അത് നന്മയിൽ അധിഷ്ഠിതമായി സാമൂഹ്യ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാകുമ്പോൾ അത് അനുവദനീയമാണ്, ചിലപ്പോൾ അനിവാര്യമാണ് എന്നും വരുന്നു. പ്രവാചകൻ തന്നെ മറ്റൊരു ജീവിതത്തിലൊരു അനുഭവം, ഭാര്യ ആയിഷ ബീവി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അപ്പോൾ പ്രവാചകൻ കടന്നു വരുമ്പോൾ ആയിഷയും തോഴിമാരും പാട്ടുപാടുകയാണ്. പാട്ടുപാടുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയുന്നുണ്ട്, പ്രവാചകൻ്റെ മുന്നിൽ വെച്ച് ധിക്കാരികളായി അച്ചടക്കമില്ലാതെ പാട്ടുപാടുകയാണ്, നിർത്തണം പാട്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഇന്ന് പെരുന്നാളല്ലേ, പാടിക്കോട്ടെ. ഇത് മതത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാൻ. പലരും ആളാവാൻ വേണ്ടി, അങ്ങനെ തന്നെ പറയണം, ആളാവാൻ വേണ്ടി തൊട്ടതും കേട്ടതും കണ്ടതും ഒക്കെ ഹറാമായി കളയും. അവർക്കൊരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി, നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ സഹാബികളാണെങ്കിൽ പോലും, അവർ വലിയ അംഗീകരിക്കപ്പെടുന്ന ഖലീഫമാരാണെങ്കിൽ പോലും പ്രവാചകൻ്റെ നിലപാടാണ്, വാക്കുകളാണ് മതത്തിൻ്റെ അവസാന വാക്ക്. അങ്ങനെ വരുമ്പോൾ പ്രവാചകൻ പാടിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അവിശ്വാസിയായ ഹൻസ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിശ്വാസിയാണ്, മുസ്ലിം അല്ല. പക്ഷെ എന്നാൽ പോലും ആ കലാകാരിയെ പ്രവാചകൻ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. തെരുവുകളിലൂടെ പാട്ട് പാടിപ്പോകുമ്പോൾ ഹൻസ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത അനുഭവങ്ങൾ ഹദീസിൽ ധാരാളം കാണാം. അങ്ങനെ വരുമ്പോൾ ഈ സങ്കുചിതമായ എല്ലാം ഭൗതികതയിൽ മതിമറന്നുകൊണ്ട് സൃഷ്ടാവിൽ നിന്ന് അകന്നു പോകും, അതുകൊണ്ട് കലയും സാഹിത്യവും ഒന്നും പറ്റില്ല എന്ന നിലപാട് ഒരിക്കലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. അതേസമയം തന്നെ കലയിലൂടെ ഉണ്ടാകുന്ന അരാജകത്വത്തെ ഇസ്ലാം കർശനമായി വിലക്കുന്നുമുണ്ട്, വിമർശിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ വചനത്തെ നമ്മൾ സമീപിക്കേണ്ടത്. അത് ഏത് കലാരൂപമാണെങ്കിലും, എഴുത്താണെങ്കിലും പാട്ടാണെങ്കിലും പ്രസംഗമാണെങ്കിലും, ഏത് കലാരൂപവും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ
സമകാലികമായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ ഇപ്പം അനുദിനം അപങ്കുരം വർദ്ധിച്ചു വരികയാണ്. നമ്മളൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പ്രാകൃതമായ കാലത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും മോഡേൺ സൊസൈറ്റി ആയിരിക്കുമ്പോൾ കൊലപാതകത്തോടൊക്കെ വിട്ടുനിന്ന് അതിനോടൊക്കെ ഒരു അകലം പാലിക്കുന്ന സമൂഹമായിരിക്കുമെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. മുൻകാലത്തേക്കാൾ, പൗരാണിക കാലത്തേക്കാൾ പ്രാകൃത കാലത്തേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ മനുഷ്യനെ ഒരു കൊതുകിനെ കൊന്നു കളയുന്നതിൻ്റെ ലാഘവത്തോടെ കൊന്നു കളയുന്നു. അവരതിന് പ്രചോദനമായിട്ട് പറയുന്നത് ഇന്ന സിനിമ കണ്ടതുകൊണ്ടാണ്, ആ സിനിമ കണ്ടതുകൊണ്ട് അതിലെ കൊലപാതകങ്ങൾ, സെക്സും വയലൻസൊക്കെ അങ്ങനെ തന്നെ അനുകരിച്ചത് കൊണ്ടാണെന്നാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഉദാരതയുടെ പേരിൽ, പുരോഗമനത്തിൻ്റെ പേരിൽ എല്ലാറ്റിനെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ച്, അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു മോശക്കാരനാകും, അവരിനൊരു പിന്തിരിപ്പനാകും, സങ്കുചിതവാദിയാകും എന്ന് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൂടാ. അതേ സമയത്ത് മനുഷ്യനെ ഉണർത്തുന്ന, മനുഷ്യനെ അവൻ്റെ പ്രതികരണ ബോധത്തെ ജ്വലിപ്പിക്കുന്ന ആവിഷ്കാരങ്ങളെ തീർച്ചയായും കൊണ്ടുവരേണ്ടതുണ്ട്. അവനെ നന്മയിലേക്കും സഹാനുഭൂതിയിലേക്കും സഹവർത്തിത്വത്തിലേക്കും മൈത്രിയിലേക്കും കൊണ്ടുവരുന്ന ആവിഷ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അങ്ങനെ ഒരു കലാകാരനാവാനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഖുർആൻ പറയുന്നത്, പ്രവർത്തിക്കാത്തത് പറയുന്നത് പാതകമാണെന്ന് പറയുന്നുണ്ട്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് ഖുർആൻ്റെ മറ്റൊരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ചെയ്യാത്ത കാര്യം പറയുന്നത്? എഴുത്തിൽ ഭയങ്കര ആർദ്രതയുള്ള എഴുത്ത്, അടുത്തു പോയി കഴിഞ്ഞാൽ ക്രൂരതയാണ് സമീപനം. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളെ ഖുർആൻ ചോദ്യം ചെയ്യുകയാണ്. ഈ ശുഅറാഇൻ്റെ ഈ വചനത്തിൻ്റെ ആശയത്തിൻ്റെ ആകത്തുക ഞാൻ പറഞ്ഞ കാര്യമാണ്. കലയെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുക. കല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുകയാണ്. ടോൾസ്റ്റോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കല മനുഷ്യനെ ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുന്ന എല്ലാ ആവിഷ്കാരങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, അതിൻ്റെ വക്താക്കളാകേണ്ടതുണ്ട്. അതേസമയത്ത് പിശാചിൻ്റെ മാർഗത്തിലേക്ക് ആനയിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് മൊത്തം ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വം, ആ അരാജകത്വത്തിന് കല വലിയൊരു പ്രചോദനം പകരുന്നുണ്ട്. കല അവരെ തെറ്റിലേക്ക് നയിക്കുന്നുണ്ട്, കൈപിടിച്ച് വലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ കലയെ ഖുർആൻ 3 രീതിയിൽ സമീപിക്കുന്നുണ്ട്. 1, മനുഷ്യനെ ഉണർത്താൻ. 2, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാൻ. 3, മനുഷ്യന് സന്തോഷം നൽകാൻ. അപ്പോൾ ആദ്യത്തെ മനുഷ്യനെ ഉണർത്തുക എന്നുള്ളത്, ഒരു കലാകാരനാവുക എന്നുള്ളത്, അല്ലെങ്കിൽ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ രണ്ടാമത് സന്തോഷമാണ്. അവിടെ എന്തെങ്കിലും ഒരു ആശയ കൈമാറ്റം, ഒരു മെസ്സേജ് ഉണ്ടാക്കുകയോ, ഒരു ഗുഡ് വിൽ, എന്താണ് പറയുക, ഫീൽ ഗുഡ് സിനിമകൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ മനുഷ്യനെ നന്നാക്കുന്ന ഒരു എഴുത്ത്, ഒരു മെസ്സേജ്. അപ്പോൾ മെസ്സേജൊന്നുമില്ല, നമ്മളൊരു ജസ്റ്റ് ഒരു സന്തോഷത്തിന്, റിലാക്സ് ചെയ്യാൻ ഒരു കല്യാണത്തിന് പാട്ട് പാടുകയാണ്. അവിടെ എന്ത് പ്രബോധനമാണ്? പ്രവാചകൻ തന്നെ കല്യാണ സദസ്സിൽ പാടാൻ പറയുന്നത് അതൊരു സന്തോഷം മാത്രമാണ്. നമ്മുടെ ജോലി തിരക്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കലാവിഷ്കാരങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ കലയെ 3 തരത്തിൽ സമീപിക്കുമ്പോൾ, 1 നിർബന്ധമാണ്. കല ജീവിതത്തിന് വേണ്ടി എന്ന് വരുമ്പോൾ, കല സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അനുവദനീയമാണ്. കല തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാകുമ്പോൾ അത് നിഷിദ്ധവുമാണ്. നല്ല കലാകാരന്മാരാവാൻ, നല്ല കലകളെ പ്രോത്സാഹിപ്പിക്കാൻ, നല്ല കവികളെ ഉണ്ടാക്കാൻ, കവികളെ പിന്തുടരാൻ നമുക്ക് സാധിക്കട്ടെ. സമൂഹത്തിൽ നന്മ വിരിയട്ടെ, നന്മ പടർന്ന് പന്തലിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണുന്നതുവരെ മഅസ്സലാം.